നമുക്ക് നോക്കാം വൈ ഇത് സിംറ്റംസ് സജസ്റ്റ് എ പോസിബിൾ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അല്ലേ. ഈ സെമി ഫോളൈസ് പൊസിഷൻ കൊടുത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു നോക്കിക്ക്. റെഡ്യൂസിങ് ICP, പ്രൊമോട്ടിംഗ് ഈസിയർ ബ്രീത്തിങ്, ഇംപ്രൂവിംഗ് സെറിബ്രൽ സർക്കുലേഷൻ. അപ്പൊ ഇപ്പൊ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇത് ഞാൻ പറയുന്നത് പ്രൊമോട്ടിംഗ് ഈസിയർ ബ്രീത്തിങ് അല്ലേ. അതിന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സെമി സെറ്റിംഗ് പൊസിഷൻ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ലങ്സിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഡയഫ്രത്തിലുള്ള ആ ഒരു അബ്ഡമൽ ഓർഗൻസിന്റെ ആ ഒരു പുഷ് കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, അബ്ഡമൽ ഓർഗൻസ് കുറച്ചും കൂടി ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും അപ്വേർഡ് അല്ലേ. അപ്പൊ അത് നമ്മൾ സെമി സെറ്റിംഗ് ആക്കുമ്പോൾ എന്താണ്, നേരെ തിരിച്ചു വരും. അപ്പൊ നമുക്ക് ആ ഓർഗൻസ് അങ്ങനെ അപ്വേർഡ് പ്രഷർ ചെയ്യില്ല. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ റെഡ്യൂസിങ് ICP, പ്രൊമോട്ടിംഗ് ഈസിയർ ബ്രീത്തിങ്, ഇംപ്രൂവിംഗ് സെറിബ്രൽ സർക്കുലേഷൻ, ഇതൊക്കെയാണ് ഈ സെമി ഫൗളൈസ് പൊസിഷൻ കൊടുത്തുകൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റ്സ്. സോ ദിസ് ഈസ് ദ സേഫസ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് വൈൽ പ്രിപ്പയറിംഗ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ആൻഡ് നോട്ടിഫൈങ് ദ ഫിസിഷ്യൻ. കണ്ടോ, നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കിക്കേ. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ആൻഡ് വി ഹാവ് ടു നോട്ടിഫൈ ദ surgeon or whoever is around or physician. Yeah, so by solving this scenario നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു അവിടെയാണ് നമ്മൾ ഇത് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത്. സോ നോളജ് അല്ലെ, നോളജ് ഇല്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി നോളജ് വേണം, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നമ്മളൊരു അക്കാഡമിക് ടെസ്റ്റ് എഴുതുമ്പോൾ ഡയറക്റ്റ് ആൻസർ എഴുതുന്ന പോലെയല്ല. നമുക്ക് ഇവിടെ ആ സിനാരിയോയിൽ പേഷ്യന്റ് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലേ. ഇപ്പൊ നോളജ് അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ സിംറ്റംസ് അസസ് ചെയ്യണം അല്ലെ. പേഷ്യന്റ് എമർജൻസി ആണോ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ടതാണോ, നിങ്ങൾ ക്ലിനിക്കിൽ ജഡ്ജ് ചെയ്യണം. ഓക്കെ, പേഷ്യന്റിന് എമർജൻസി ആണ്, ഹി ഓർ ഷീ നീഡ്സ് ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻസ്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ അസസ് ചെയ്തു, നിങ്ങൾ നോളജ് അപ്ലൈ ചെയ്തു, നിങ്ങൾ സിംറ്റംസ് നിങ്ങൾ അസസ് ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണം കാരണം പേഷ്യന്റ് എമർജൻസി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ലാസ്റ്റ് നിങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്തു, നിങ്ങളുടെ സേഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അവിടെ നമ്മൾ പേഷ്യന്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്തു. എന്താണ് സെമി ഫോളൈസ് പൊസിഷൻ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് കമ്പീറ്റൻസി ബേസ്ഡ് ടെസ്റ്റ് ആർ ഡിസൈൻ ടു മെഷർ. കണ്ടോ, കുറച്ച് സ്കിൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിൽ. ഓക്കെ, ഈ 3 സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചുമ്മാ നമ്മൾ തിയറി മാത്രം മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എൻട്രൻസ് എക്സാം നമുക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത് ഡയറക്റ്റ് തിയറി മാത്രം നമ്മളിങ്ങനെ പഠിച്ചിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ തിയറി മാത്രം മേക്കപ്പ് ചെയ്താൽ എക്സാമിലോട്ട് വരുന്നില്ല. നമ്മൾ എപ്പോഴും എവിടെ നിൽക്കുന്നത്, അക്കാഡമിക് ടെസ്റ്റിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കമ്പീറ്റൻസി വരണമെങ്കിൽ നമ്മൾ ഈ സ്കിൽസ് എല്ലാം അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു COPD നമ്മൾ ടോപ്പിക്ക് പഠിക്കുവാണെങ്കിൽ അതിന്റെ എൻഗ്ലക്സ് നിങ്ങൾ ട്രിക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയ ഉണ്ട്. ആ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് എക്സാമിന് യൂസ്ഫുൾ ആകുള്ളൂ. എന്താണ് കീ ഡിഫറൻസ്? ഇത് ഞാൻ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അക്കാഡമിക് ടെസ്റ്റ് എന്താണ്, റീകോൾ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ടെൽ മീ വോട്ട് യു നോ, നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് അത് എന്നോട് പറയുക. അത്രയും മാത്രമാണ് അവര് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കമ്പീറ്റൻസി അങ്ങനെയാണോ? അല്ല. റിയൽ പ്രാക്ടീസിൽ ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് ഷോ മീ ഹൗ യു ആക്ട് ഇൻ ക്ലിനിക്കൽ സിറ്റുവേഷൻസ് അല്ലേ. അങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യണം, നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം, നിങ്ങൾക്ക് തിങ്ക് ചെയ്യണം, നിങ്ങളുടെ നോളജ് നിങ്ങൾ ഡിസ്റ്റിങ്ക്യൂഷ്ലി അപ്ലൈ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ അണ്ടറിൽ വരുന്നതെന്ന് നോക്കിക്ക്. അതുകൊണ്ടാണ് ഇത്രയും ഡിഫറെന്റ് ആയിട്ട് എൻക്ലസ് ആയിരിക്കാനുള്ള കാരണം. ഇനി അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിഫറൻസ്. നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം അക്കാഡമിക്കിൽ എന്തൊക്കെയാണ്. ഇറ്റ് ഫോക്കസ് ഓൺ റീകോൾ, കമ്പീറ്റൻസി, ഇവാലുവേറ്റ് യുവർ പ്രാക്ടീസ് ഓറിയന്റഡ് സ്കിൽസ് അല്ലേ. ഇവിടെ മെയിൻ ആയിട്ട് നോളജ് ബേസ്ഡ് ആണ്. ഇവിടെ എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നഴ്സിംഗ് ഡിഗ്രി എക്സാംസ്, യൂണിവേഴ്സിറ്റി. ഇവിടെ എൻക്ലക്സ് ആണെന്നും ഓസ്കി ഒക്കെ അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ 2 പിക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള എക്സാംസ്. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, മെമ്മറി, നിങ്ങളുടെ തിയറട്ടിക്കൽ നോളജുമാണ്. സിനാരിയോ എന്താ ചെക്ക് ചെയ്യുന്നത്, ഇവിടെ സിനാരിയോ ഒക്കെ നമുക്ക് സിമുലേറ്റ് ചെയ്യുന്ന റിയൽ ക്ലിനിക്കൽ സിറ്റുവേഷൻ ആണ്. അവിടെ നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും ആസ് എ സേഫ് നഴ്സ് ഓർ ആസ് എ സേഫ് നഴ്സ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ടുഡേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എൻക്ലസ് ആർട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് അപ്രോച്ചാണ് അതിനോട് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഡയറക്റ്റായിട്ട് കുറെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാനും അതെങ്ങനെ കുറച്ച് സ്കിൽസ് യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം, തിയറിയും പഠിക്കണം. തിയറിനൊക്കെ നമുക്ക് ഇനി ബ്രഷപ്പ് ചെയ്യണ്ടേ, കാരണം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതായിരിക്കും, അത് ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യണം. പക്ഷെ സ്റ്റിൽ അങ്ങനെ ബ്രഷപ്പ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എക്സാം നമുക്ക് പാസ്സാകാൻ പറ്റത്തില്ല. നിങ്ങൾ കുറച്ചും കൂടി സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. താങ്ക് യു ഫോർ ലിസണിങ്.